എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കണം. നമുക്ക് കുറേ വിഷയങ്ങളുള്ളതാകാം. ഫസ്റ്റ് ബിഗിനേഴ്സ്, ആദ്യം വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു പക്ഷേ ആദ്യം വരികയായിരിക്കും, ആലപ്പുഴ വരെ ആദ്യം കാണുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ ലോകത്തിലെ അപൂർവ സ്ഥലമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ തണലിലേക്കാണ് ദൈവം കെട്ട കാലത്ത് നിന്നെ കൈ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എൻ്റെ ദൈവവേദന, നീ ഇതാദ്യം നിൻ്റെ മനസ്സിൽ ഉറപ്പിക്കണം. ഇതൊരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യമല്ല. ഞാനിവിടെ വന്നത് ഒരു ആകസ്മികമായി സംഭവിച്ചതല്ല. ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. എന്ന് പറഞ്ഞേ, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പം ആ ഒരു ബോധം ആദ്യമേ ഉണ്ടാകണം. ഇവിടെ വന്നാൽ രക്ഷപ്പെടുമെന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവോ? ഇവിടെ വന്നാൽ നീ രക്ഷപ്പെടുമോ, നിൻ്റെ ജീവിതത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവോ? പിശാച്. പിശാച് അറിയാലോ ഇവിടെ വന്നാൽ രക്ഷപ്പെടുമെന്ന്. അത് കാരണം രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും പിശാച് അറ്റാക്ക് ചെയ്ത് ആദ്യം. അതിലൊന്നാണ് കൃപാസനം പത്രം. കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം നുണപ്രചരണങ്ങളാണ് ആദ്യമേ ഇറക്കി വിട്ടത്. ഞാൻ തന്നെ പകച്ചുപോയി. കാരണം നമ്മൾ പോലും കേൾക്കാത്തതും ചിന്തിക്കാത്തതും പറയാത്ത കാര്യങ്ങൾ ട്രോളർമാർ പറയും. കൃപാസനം 10 അരച്ച് കലക്കി കുടിച്ച് ആശുപത്രിയിലായി, ദോശ ചുരുട്ടി, അതൊക്കെ എല്ലാം പിശാച് കൃത്യമായിട്ട് ചെയ്ത ടാർജറ്റ്. കാര്യം പിശാചിനറിയാം ഈ സാധനം രക്ഷപ്പെടും, മനുഷ്യർ രക്ഷപ്പെടുമെന്ന് അറിയാം. മനുഷ്യർ ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ആദ്യം അറ്റാക്ക് ചെയ്തത് പത്രത്തെയാണ്. ഞങ്ങളെന്ത് ചെയ്ത് പതുക്കെ നിന്ന് ഒരു ഡിസ്ക്ലൈമറൊക്കെ കൊടുത്ത് പതുക്കെ നിന്ന് പ്രാർത്ഥിച്ച് നിന്ന് പത്രം അതിനേക്കാൾ ഗംഭീരമായി ദൈവം എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉടമ്പടി എന്നും പറഞ്ഞൊരു പാട്ട് ഒരാൾ ഇറക്കിയിട്ടില്ലേ, നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയാൽ കാണുമോ? നല്ല പാട്ടാണ്. അതിലവർ പറയണത് ഉടമ്പടി നേർച്ച വസ്തുക്കളെക്കുറിച്ച് പറയണത്, കൃപാസനം പത്രമായാലും ഉപ്പായാലും ഉടമ്പടി തൈലമായാലും അവർ പറയണത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മോശയുടെ വടി കിട്ടിയെന്നാണ് പറയണത്. മോശയുടെ വടി കൊണ്ടാണല്ല മോശ പാറയിലടിച്ചതും ചെങ്കടൽ പിളർത്തിയതും ജോർദാനം വറ്റിച്ചതും ഒക്കെ വാഗ്ദാന നാട് പ്രാപിച്ചതൊക്കെ ദൈവം കൊടുത്ത ഈ ഉപകരണമാണ്. അപ്പോൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ട്. അപ്പോൾ പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ നല്ല ഷാർപ്പ് ഷൂട്ട് ചെയ്യും, അല്ലാത്തവർ. അതുകൊണ്ടാണ് ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ധ്യാനം നിങ്ങൾക്കും എനിക്കും, എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കുന്ന കോമൺ പ്ലാറ്റ്ഫോം ഉടമ്പടി ധ്യാനമാണ്. പക്ഷേ എനിക്കും അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയണത്. പലപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി എഴുതിയെടുക്കണം നോട്ട് ബുക്കേ. എന്താ കാര്യത്തിനാൽ എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റുകളാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ചില സമയത്ത് ദൈവം പറയണത്. അപ്പോഴാണ് ഞാനും പഠിക്കുന്നത്, ഉടമ്പടിക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ. ഉടമ്പടിയുള്ള ഗുണമെന്ന് പറയണത്, ഉടമ്പടിയിലുണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കിയത്, ഇനി നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയിരിക്കണമെന്ന് അറിയത്തില്ല. കാര്യം ഉടമ്പടി ഈ പാട്ടിൽ പറയണ പോലെ ഈ ദൈവവുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെങ്കിലും അത് മോണിറ്റർ ചെയ്യണതും അത് ആക്ടിവേറ്റ് ചെയ്യണതും മദറാണ്, അമ്മയാണ്. അമ്മയുടെ മാധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അമ്മയുടെ മാധ്യസ്ഥൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പോൾ കുറേ ആയില്ലേ, എത്രയോ ഞാൻ അമ്മയുടെ കൂടെ ഈ ശുശ്രൂഷ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഒരുപക്ഷെ 4 നൂറ്റാണ്ട് കൂടുതലായി ഈ മരിയൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് മരിയൻ ശുശ്രൂഷയും മറ്റ് ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം, ഈ മറ്റ് മരിയൻ ശുശ്രൂഷകളുടെ ഗുണമെന്ന് പറയണത് ഫസ്റ്റ് ഫേസിൽ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും. അപ്പോൾ എന്താ ഉദ്ദേശിക്കണത്? ഇപ്പോൾ വ്യക്തി അയാൾ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ട് പാപാവസ്ഥയിലാകാം. പക്ഷേ അയാൾ ചിലപ്പോൾ അദ്ദേഹം ഒരു ഡൈവേഴ്സ്ഡ് പേഴ്സണാകാം, അല്ലെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ ഒരു അബോർഷൻ കഴിഞ്ഞ ആളാം, മനഃപൂർവ്വം പാപത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ഒരു അബോർഷനിലൂടെ വീണ്ടും പാപിയായിട്ട് നിൽക്കുന്ന ആളാകാം. പക്ഷേ ഇവർക്ക് ഈ ഞാൻ കണ്ടുവരണത് ഉടമ്പടി അമ്മയെടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇതിനെ ആദ്യം അഡ്രസ്സ് ചെയ്തില്ല അമ്മ.
നീ അങ്ങനെ ചെയ്തവളല്ലേ, ഇങ്ങനെ ചെയ്തവളല്ലേ, അങ്ങനെ ആവശ്യമില്ല, നിൻ്റെ ഹർട്ട് ചെയ്യുകയോ നിന്നെ തൂക്കി നോക്കുകയൊന്നുമില്ല. ആദ്യം അമ്മ എന്ന രീതിയിൽ നിന്നെ നിലനിർത്തി തരും. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു ദൈവികമായ സത്യമാണ്. നിൻ്റെ അവസ്ഥ എന്തായാലും ആദ്യം നിന്നെ നീ ഇപ്പോൾ ഭർത്താവിനെതിരെ കേസ് കൊടുത്ത് വന്ന ആളാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് നിൻ്റെ താല്പര്യത്തിന് പറ്റുന്ന രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകാത്തപ്പോൾ നിനക്ക് വിറഞ്ഞ് നീ മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടിടോന്ന് നിൽക്കണം വിചാരിച്ചു. പക്ഷേ നീ ഒരു കടത്തിലാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ഒരു രോഗത്തിലാണെന്ന് വിചാരിച്ചോ, അമ്മ ആദ്യം അത് അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങനെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്, ഉപദേശിക്കാനുള്ളത്, നമുക്കൊരു ബോധം ഉണ്ടാകണം. നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ എന്ത് അവസ്ഥയിലായാലും കൃപാസനത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ഫേസിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ പൊക്കത്തരം കാണിച്ചിട്ടും തോന്നിവാസം ജീവിച്ചിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചല്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അതിവിടെയാണ് പ്രശ്നം. അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത്. ഇത് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ നിലനിർത്തി തന്നിട്ട് ഈശോയുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അല്ല ഈശോയുടെ ഒരു അപ്രോച്ചിങ് ഉണ്ട്. എന്താണ്? ഇപ്പം ഞാൻ നിന്നെ സഹായിക്കുന്നത്, മേലിൽ നീ നന്നായി ദൈവത്തിൻ്റെ പൈതലിനെ പോലെ ജീവിക്കണം. എന്തിനാണ് നമ്മൾ പാപം ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ കാരണം, ദൈവം ഉദ്ദേശിക്കുന്നത് നീ ബേസിക്കായിട്ട് നീ ദൈവ പൈതലാണ്. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം കൊണ്ടും നമ്മുടെ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടും നീ ചിലപ്പോൾ ദൈവ പൈതൽ എന്നുള്ള നിൻ്റെ സ്ഥാനം പ്രസാദപരം നഷ്ടപ്പെട്ടു പോയി കാണും. പക്ഷേ എന്ന് പറഞ്ഞാലും ദൈവം പറയും, നീ ഇപ്പോൾ ഒരു പാപാവസ്ഥയിലാണെങ്കിലും നീ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ നീ എൻ്റെ മകളാണ്. അതിനത്ര മാറ്റമില്ല. അതിൽ അമ്മയെ വെച്ചിരിക്കുന്ന ദൈവം അമ്മയെ തന്നെ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതായത് ഇങ്ങനെ ഒരു ഇൻഡീസൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായി, ദൈവത്തിന് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നിങ്ങൾ നിലനിർത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ കാനായിലെ കല്യാണത്തിൻ്റെ കാര്യമാണ് തന്നെ എടുക്കാം. അവിടെ ആ വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കഥയുമില്ല. യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ യുഗദൈവം ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയെന്നും പറഞ്ഞ് അവിടെ ഇടപെടേണ്ട കാര്യമില്ല. പ്രോട്ടോക്കോൾ അല്ലത്. ഇപ്പം നമ്മളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ തോട് പൊങ്ങി വെള്ളം കയറി ഉടനെ ജലസേചന വകുപ്പ് മന്ത്രി അവിടെ വരുക? ഇല്ല, വരത്തില്ല. അത് വില്ലേജ് ഓഫീസറാണ് വരുന്നത്. പ്രോട്ടോക്കോൾ അതാണ്. അതിൻ്റെ പ്രോട്ടോക്കോൾ അതാണ്. അപ്പം നമുക്കൊരു ഭൗതിക സാഹചര്യം ഇല്ല, നമുക്ക് വീഞ്ഞ് തീർന്നു പോയി. അത് ഉടനെ ഈശോ അവിടെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വന്ന ഈശോ ആ കുടുംബത്തിൻ്റെ ഒരു സ്വാഭാവികമായ വിഷയത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇടപെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോ അത് പറയുന്നുണ്ടോ? എന്താണ് എനിക്ക് നിനക്കും എന്താണ് ഈ വിഷയത്തിൽ? ഉടമ്പടി എന്ന് പറയുമ്പോൾ വിശ്വസ്തതയുടെ ഭാഗമാണ് സത്യസന്ധത. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒക്കുമായിരിക്കും അല്ലേ, അയാൾക്ക് കിട്ടിയില്ല, അപ്പം പറയാം മറ്റവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കിട്ടടേ, അല്ല ആലപ്പുഴ വന്നില്ലേ, ആദ്യം ഒരു വണ്ടിക്കാശല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞാൽ എഴുതിയിടുന്നവരുണ്ട്. അങ്ങനെയുള്ള മരമാക്കറുകൾക്ക് ഈ ജന്മത്തുടമ്പടിന്ന് ഒന്നും കിട്ടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കൺസിഡർ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി ആൻഡ് സിൻസിയറിറ്റി അവർ ഇൻവെസ്റ്റ് ചെയ്യണില്ല. ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഇല്ല. അവർ ദൈവത്തെ പരീക്ഷിക്കണം മറ്റൊരു പിശാചായിട്ട് വരും. അതാണ് സംഭവം. ഉടമ്പടി തെറ്റിച്ചാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ സ്വഭാവത്തിൽ നിങ്ങൾ പിശാചാണ്. എന്താ കാര്യം? ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് ചെയ്യണത്. അപ്പോൾ ദൈവത്തെ പരീക്ഷിച്ച ആളാരാണ്? പിശാചാണ്, സംശയമില്ല. യേശുവിനെ പരീക്ഷിച്ച ആളാരാണ്? പിശാചാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷ സംശയത്തോടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും 2 കൊമ്പ് ഒരു വാലും നിങ്ങൾക്ക് അവകാശപ്പെട്ട സംഭവമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മേടിക്കാം. 2 കൊമ്പ് ഒരു വാലും എന്നുവെച്ചാൽ നിങ്ങൾ പിശാചാണ്. ദൈവത്തെ പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർ മനസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കരുതും അമ്മയുടെ മണ്ണി ചവിട്ടി കിട്ടിയാൽ മതി എന്ന് പറയും. വേറെ ഒന്നും ചെയ്യണ്ട. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണത് തന്നെ ഉടമ്പടി കണക്ക് വിധിക്കട്ടെ, അമ്മയുടെ മണ്ണിലൊന്ന് ചവിട്ടി കിട്ടിയാൽ മതി എന്ന് പറയും. അവർ ചവിട്ടി കിട്ടുമ്പോൾ തന്നെ സുഗന്ധം അടിക്കാൻ തുടങ്ങും. അതായത് അവരുടെ ഫെയ്ത്ത് അതാണ്. അവർ ചവിട്ടുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ അച്ഛാ വാതിക്കെ ചവിട്ടിയപ്പോൾ തന്നെ ഇത് എവിടുന്നാണ് സുഗന്ധം എന്നറിയാൻ പറ്റുന്നത്. അതവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ പോകും. ആ വീടുകളിൽ അവരുടെ വീട്ടിലേക്ക് അത് അവസാനം വരെ നിൽക്കുകയും ചെയ്യും. അത് വീട് വരെ പോകും. ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തൊക്കെ സുഗന്ധം പിന്നെയും വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന വചനം ഒരു വാഗ്ദാനമാണ്.
ആ വാഗ്ദാനം നമുക്ക് മരിയൻ അനുഭവത്തിൽ വരുമ്പോൾ സുഗന്ധാഭിഷേകമായിട്ടാണ് പലരും അനുഭവിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. കൃപാസനത്തിൻ്റെ ആസ്തിയാണ്. ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആസ്തിയാണ്. വർഷം 10-32 കൊല്ലം കടലിലും കരയിലുമായി നടത്തിയ കൺവെൻഷൻസും, ഞാൻ 2 മണി രാത്രി തൊട്ട് 3 മണിക്ക്, ഞാൻ വൈകുന്നേരം 6 മണിക്ക് വലിയ ധ്യാനം നടക്കുന്ന സമയത്ത് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ആൾക്കാരെ കയറിയ ഇറങ്ങണത് വെളുപ്പിന് 4 മണിക്കാണ്. തല പൊട്ടണ പോലെ ഇരിക്കുക അവിടെ ആസ്പത്രി ആൾക്കാരെ കണ്ടു. ഇതെല്ലാം ഇത് ആസ്തിയാണ്. ഈ മനുഷ്യന്മാരുടെ സംഭവങ്ങളെല്ലാം കേട്ട് അവസാനത്തെ ആൾ കൃപാസനത്തിൽ ഇറങ്ങുമ്പോൾ വെളുപ്പിനായി പോകും. രാത്രി മുഴുവൻ അതിന്. അങ്ങനെ എത്രയോ കൊല്ലം, 2004 മുതൽ തുടങ്ങിയ 2000 കോവിഡ് വരെയുള്ള കാലം, അതിലെ ആസ്തിയാണ്. വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, നല്ല ആസ്തിയുണ്ട്. ദൈവദൃസന്നിധിയിൽ ജനങ്ങളുടെ കൂടെ നിന്നും അവിടെ കണ്ണുനീര് കർത്താവിൻ്റെ ദൃശ്യത്തിന് വെച്ചും അതിനുവേണ്ടി ഉപവസിച്ചും ഒക്കെ നല്ല ആസ്തിയുണ്ട്. അപ്പോൾ ഈ വിഷയം പറഞ്ഞാൽ മതി, ഡോണിൻ്റെ ജോലിയില്ല, അവന് ഡിപ്രഷനാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നോട്ട് ടൈം. മാതാവ് അത് മേടിച്ചിട്ട് അങ്ങനെ തന്നെ ഒരു പച്ചമഷിക്ക് അങ്ങോട്ടൊരു റീസ്റ്റേറ്റ് ചെയ്യണം പറഞ്ഞാൽ ഒപ്പിട്ടാൽ മതിയല്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതായത് ആസ്തി എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന പ്രേക്ഷിത നടപടിക്രമങ്ങളാണ്. അത് ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തോട് ചേർന്നുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം ഈ ഭൂമി വീണതിൻ്റെ പിന്നിൽ നമ്മളെ മുഴുവനും വീണ്ടെടുക്കുക എന്നുള്ളതും അതിന് വില കൊടുക്കുക എന്നുള്ളതും രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് ക്രിസ്തു ചെയ്ത സ്വർഗീയമായ ദൗത്യമാണ്. ഇതിനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ടാണ് മറ്റുള്ളവരെ, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുകയും വേദനിക്കുന്നവരെ ക്രിസ്തുവിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. ആ പണിയാണ് നിങ്ങളും ചെയ്യണത്. ഉടമ്പടിയിൽ നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രൊമോഷൻ ഫോർമുലയുണ്ട്. അതായത് നിങ്ങൾ ഒരു അനുഗ്രഹം ഇവിടെ കൈപ്പറ്റി സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ബാങ്കിൽ കിടക്കണ പൈസ നമ്മൾ എടുത്തോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു പോകും അല്ലേ? ഒരു ചേട്ടത്തിന് ഞാൻ ഇന്നലെ ഓടിച്ചിട്ട് ഇവിടെ കൊച്ചത്തെ സോപ്പിട്ട് അച്ചെടുത്തി. ഞാൻ എന്താ പ്രശ്നം വെച്ചാൽ ഇവർ വെള്ള ഉടമ്പടിയാണ് അവരുടെ വെള്ള ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ പുതുക്കണം തോന്നുന്നു, 4ാമതല്ലേ സിൽവർ ഗ്രേ കിട്ടുന്നത്. വെള്ള ഉടമ്പടിക്ക് കക്ഷി 2 സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 3ാമത്തെ സാക്ഷ്യത്തിന് കയറിയതാണ്. 3ാമത്തെ സാക്ഷ്യം ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചൻ കാരുണ്യ പ്രവർത്തികൾ വല്ലതും ഉണ്ടാ പറയാമെന്ന് വെച്ചപ്പോൾ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ല. പിന്നെ ഈ പണ്ടാരം എന്തിനാണ് ഉടമ്പടി എടുത്തത്? അപ്പോൾ ഈ ഉടമ്പടി വെള്ളയായിട്ടും ഇവർക്ക് തലയിൽ വെളിവില്ല. ഇവർക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല. ദൈവത്തിൽ നിന്നുള്ളതെല്ലാം ചിരണ്ടി എടുക്കണം എന്നല്ലാതെ ദൈവത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നിക്ഷേപമില്ല. നിങ്ങൾക്കറിയാലോ, ഒരു ഉടമ്പടിയുമായി ഞാനൊന്ന് ചെയ്യട്ടെ, നിങ്ങൾ വെള്ള ഉടമ്പടിയാണ്, പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് ഒരു ആസ്തിയും കിട്ടിയിട്ടില്ല. നിങ്ങൾ സന്തോഷിക്കണം. എന്താണ്? ഇത് മുഴുവൻ പലിശക്ക് ഡിപ്പോസിറ്റാണ്. അതിൻ്റെ അർത്ഥം നിന്നെ കാര്യമായി അനുഗ്രഹിക്കേണ്ട ഒരു സമയം വന്നാൽ, നിനക്ക് ബോധമില്ലാതെ കിടന്നാൽ പോലും നിന്റെ ദൈവം നിന്നെ ബോധത്തിലേക്ക് വിളിച്ചുണർത്തും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ വല്ലാണ്ട് അങ്ങനെ കൂടുന്നുണ്ടേ. അതായത് ഉടമ്പടിയുടെ മുഴുവനും ആത്മാവ് പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നത് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം, എഡ്യൂക്കേഷൻ കുറവുള്ളവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു ഐഡിയ, അതിനെ കറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം ഇത് വളരെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പ്രേസ് ചെയ്യണമല്ലോ. ഇതെല്ലാം ഒരു പ്രത്യേക പ്രോജക്റ്റ് പോലെ വരണത്. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളെ നല്ല ശ്രദ്ധയോടെ ചെയ്ത് വൃത്തിയായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പടപടാന്ന അനുഭവങ്ങളാണ്. ചില ആൾക്കാർക്ക് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലർ ചെവി കേൾക്കാൻ പാടില്ല, കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഈ ചെവി കേൾക്കാൻ പാടില്ലാത്തവരും കണ്ണ് കാണാൻ പാടില്ലാത്തവരും നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വിടരുത്. എന്താ കാര്യത്തിൽ ക്ലാസ് തന്നെ കേൾക്കണം. ആദ്യം ക്ലാസ് തന്നെ കേൾക്കണം. പിന്നെ ഇത് കൃപാസനം പത്രം വായിക്കണം, അല്ലെങ്കിൽ ഉടമ്പടിയുടെ പത്രിക വായിക്കണം. ഇത് കൃത്യമായിട്ട് സംഭവം അറിയാൻ പാടില്ലാത്തവർ വായിക്കത്തുമില്ല, ക്ലാസ് കേൾക്കത്തുമില്ല. എന്നിട്ട് വല്ലതൊക്കെ കൊണ്ടുവന്ന് എഴുതി ഇട്ടും പോകും. ഇങ്ങനെയുള്ള വെളിവില്ലാത്ത ആൾക്കാരെ ഉടമ്പടി എടുക്കാൻ വിടരുത്. അവർ മക്കളുണ്ട്, ഞങ്ങൾ തന്നെയാണെങ്കിലും മക്കൾ എവിടെ നിന്നാണ് ചോദിക്കത്തുള്ളൂ ഉടനെ. ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം. അല്ല അമ്മയുടെ അപ്പൻ്റെ ഉടമ്പടിയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർ ഉടമ്പടി എടുക്കണം. എന്താ സംഭവിക്കുക? ഇപ്പോൾ നീറ്റ് പരീക്ഷയൊക്കെ നടക്കണം, ഇന്നലെ കഴിഞ്ഞോ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർ അതിൻ്റെ അകത്ത് ഞങ്ങളിവിടെ ഫിൽട്ടർ ചെയ്ത് മാറ്റിക്കളഞ്ഞു. എന്താ കാര്യം? അവരുടെ കയ്യിൽ അവരുടെ ഉടമ്പടിയിലില്ല, അമ്മയുടെ ഉടമ്പടിയും കൊണ്ട് വന്നിരിക്കുക. അമ്മയുടെ ഉടമ്പടിയിൽ അവർ ഓഫീസിൽ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ്? ഒന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഇല്ല.
രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയോ? ഇല്ല. പ്രവർത്തനം ചെയ്തോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ കാണാൻ പോയി? ഇല്ല. ഒന്നുമില്ല. ചുമ്മാ വോൾട്ടിക്കരി കൊണ്ട് തിരിക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയാൽ മതി. ഇവിടെ വരുമ്പോൾ ഇത് ഉടമ്പടി, ദൈവം ഉടമ്പടി നൽകിയിരിക്കണതാ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുക, സൂചിപ്പിക്കുക, ആശ്വസിപ്പിക്കുക ഒന്നും ഞങ്ങളുടെ പ്രഥമ പരിഗണനയിലുള്ളതല്ല. പണ്ടൊക്കെ ഞാൻ ഒത്തിരി ചെയ്തിരുന്നതാണ്. ഉടമ്പടി വരെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യത്തില്ല. എന്താ കാര്യം? ദൈവം ഉടമ്പടി നമ്മൾക്ക് തന്നിരിക്കുന്നത് ആ ഉടമ്പടി പ്രകാരം ജനങ്ങളെ ട്രെയിൻ ചെയ്യാനും വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനുമാണ്. അതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് നിത്യത വരെയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇപ്പോൾ ഒരു കതിന പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ കുറിഞ്ഞി ഉണ്ടാവുമല്ലോ, അല്ലേ? കതിന ഇടിച്ച് നിറച്ചിട്ട് നിങ്ങൾ കഥ കണ്ടിട്ടില്ലേ? കഥ കണ്ടിട്ടുണ്ടോ? രക്ഷപ്പെട്ട് അതിന് ആ മരുന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ട് തീ കൊടുക്കുക. അതിൽ വല്ലയിടത്തും കൊടുത്താൽ കതിന പൊട്ടത്തില്ല. അതിൻ്റെ മർമ്മം കുറിഞ്ഞു അതാണ്. മരുന്നിരിക്കണ ആ ദോരം അവിടെ കൊണ്ട് നമ്മൾ ആ മരുന്ന് നമുക്ക് കത്തിയിട്ട് പൊട്ടണം. ഉടമ്പടിയുടെ മർമ്മം എന്ന് പറഞ്ഞ സൽപ്രവൃത്തിയാണ്. നിങ്ങളെന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കണത്, പല ആൾക്കാരും ഭയങ്കര അകലെ നിന്ന് വണ്ടിയും പിടിച്ചും കാറും പിടിച്ചൊക്കെ വരും. കാറിൽ പകുതി ഉറങ്ങും, പകുതി വന്ന് ഉടമ്പടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങും. അവസാനം പോകാൻ നേരത്ത് നമ്പർ കൊടുക്കും, ചിലർ കൊടുക്കത്തില്ല. നോൺ ക്രിസ്ത്യൻസ് എല്ലാം വൃത്തിയും മെനയുമായിട്ട് നമ്പരും കൊടുക്കും, പറയണ എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അതാണ് അവർ ഇടിവെട്ട് സാക്ഷി അവിടെ ആകണതിൻ്റെ കാരണം അതാണ്. മറ്റേ ആൾക്കാരത് ഉടായ്പ പാർട്ടിയാണ്, അവർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞ പറയും അതൊക്കെ കുറേ ചൊല്ലിയിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെ ലോട്ടറി ടിക്കറ്റ് പോലെ പരിശുദ്ധം പറയും, അത് ചൊല്ലിട്ടാണ് പറയും. ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ചിലരാണെന്ന് ഇവർ ഒന്നും ചെയ്യത്തില്ല. അതെന്ത് എന്താ പറഞ്ഞത്? ഇവരുടെ ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ എൻഡോസൾഫാൻ വീണ മരം പോലെ ഇരിക്കും, ഇങ്ങനെ കരിഞ്ഞുണങ്ങി ഉടമ്പടി കുറേ ആൾക്കാർക്കുണ്ട്. അവർ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും അവിടെ സ്ഥിതി ഇപ്പോൾ മോശമായി. ഉടമ്പടി എടുക്കുന്ന മുമ്പ് ഇവർ കുറച്ചെങ്കിലും ദൈവതിരുസന്നിധിയിൽ വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ പ്രഖ്യാപിത ഫ്രോഡായല്ല. ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ റിപ്പോർട്ടർ എന്താ പറയണത്? പ്രഖ്യാപിത ഫ്രോഡ്. വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾ ഫ്രോഡായിരുന്നു, പക്ഷേ നിങ്ങൾ തിരിച്ചറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എന്താ? ഉടമ്പടി എടുത്ത് സൽപ്രവർത്തനം ചെയ്യാതെ, പ്രവർത്തനം ചെയ്യാതെ, വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ പട്ടിക്കെട്ട് കൊടുക്കണ പോലെയും കോഴിക്കെട്ട് കൊടുക്കണ പോലെയും വല്ല മരുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ദൈവത്തെ പറ്റിച്ച അവസാനം നിങ്ങൾ ഫ്രോഡായി, പ്രഖ്യാപിത ഫ്രോഡായി. പക്ഷേ നിങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ എന്താ ചെയ്യേണ്ടത്? ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പോലും ഇപ്പം ചിലരൊക്കെ എഴുതുന്ന പറയേ, ഒരു സാക്ഷ്യം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണ്? അത് കേട്ടിട്ട് അപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്യും, അടുത്തത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കും. ഇതിനിടയ്ക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ ദൈവം അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു നട്ടം തിരിഞ്ഞിരിക്കുകയാണ്, പുകഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഉടനെ ഉടമ്പടി ധ്യാനം വെച്ച് മാതാവ് ഉടമ്പടി ധ്യാനത്തിലൂടെ അവരോട് സംസാരിക്കും. അപ്പോൾ അവർക്ക് ഉറപ്പ് കിട്ടും, ഇതാണല്ലേ പരിപാടി, എന്നിങ്ങനെ ചെയ്യാം എന്ന് പറയും. എന്നുവെച്ചാൽ ദൈവം ഒരിക്കലും നമ്മുടെ അകലെയല്ല. ദൈവത്തെ അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കണവനെ ദൈവം അടുത്തുണ്ട്. ദൈവത്തെ അടുത്ത് കിട്ടുന്ന എന്താ പ്രശ്നം? ഞാനിപ്പോൾ നിങ്ങളെ ഇപ്പോൾ ആരെ കണ്ടാലും ഞാൻ ഉപദേശിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസി മടത്തി പോകാനിടയായി. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സിസ്റ്റർ സിക്കായിട്ട് ആശുപത്രി വീട്ടിൽ പോയപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കുറേ കന്യാസിമാരുണ്ടായിരുന്നു, അവിടെ കുറേ ആസ്പിരൻസ് നൊവീഷ്യനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആസ്പിരൻസിനെയും നൊവീഷ്യനെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അവർ സമർപ്പണത്തിലേക്ക് വരികയല്ലേ. അപ്പോൾ അവർക്ക് ഒരു ഉപദേശം കൊടുത്താൽ അവർ നിലനിൽക്കുമെന്ന്. അപ്പോൾ ഞാൻ അവരെ അരമണിക്കൂർ സിസ്റ്റേഴ്സിന് അവിടെ ചെന്നപ്പോൾ തന്നെ ഉപദേശിച്ച് എല്ലാവരെയും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും 10 ആളെ കിട്ടിയാൽ അപ്പം സംസാരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്? ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടതാണ്. എനിക്ക് ദൈവം എന്താണ്, നിത്യത എന്താണ്, ഈ ജോലിയുടെ ഗുണമെന്ത്, ഈ ശുശ്രൂഷയുടെ മെച്ചം എന്താണെന്നൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. നിങ്ങളെ കണ്ടാൽ ഒരു അച്ഛൻ ദീസിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഓർക്കുക, അയാളുടെ ലോഹയ്ക്ക് വെറുതെ ഒരു 800 രൂപയുടെ വിലയുള്ള ആ അച്ഛന് എന്താ കാര്യം? ക്രിസ്തു അയാളിലില്ല. അയാൾ പറയണത് വേറെ പല കാര്യമായിരിക്കും നിങ്ങളോട്. നമ്മുടെ കുടുംബം വിസിറ്റ് ചെയ്യാൻ വന്നാൽ പോലും അച്ഛൻ ക്രിസ്തുവിനെ ഉപദേശിക്കാത്ത അച്ഛന്മാരുണ്ട്. അവർ വല്ല സാമ്പത്തിക വിഷയവും പരിയൊക്കെ പറഞ്ഞിട്ട് പൈസ എഴുതിക്കൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ തിരിച്ച് പറയണം, ഇതിങ്ങനെയല്ല അച്ഛാ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ആ കുടുംബത്തിൻ്റെ വിഷയം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർക്ക് കുറേ ആൾക്കാർക്കെങ്കിലും റിലേ പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ അങ്ങനെ കുറേ ആൾക്കാർക്കെങ്കിലും ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപദേശിക്കാൻ പറ്റത്തില്ല നമുക്ക് ആൾക്കാരാണ്. ബോധ്യം നഷ്ടപ്പെട്ടതാണ് സഭയിൽ ഉപദേശം കുറഞ്ഞത്. സഭയിൽ ഉപദേശം കുറഞ്ഞത് കൊണ്ടാണ് ജനങ്ങളെ വഴിപിഴച്ച് പോയത്. ഉപദേശം എന്ന് പറഞ്ഞാൽ വരവാണ്.
നമ്മൾക്ക് വരത്തോടുകൂടി ഉപദേശിച്ചാൽ എത്ര പൈശാചിക അവസ്ഥ കിടന്നവനായാലും ശരി, അവൻ നമ്മളെ അനുസരിക്കും. എന്താ കാര്യം? നമുക്കതിനുണ്ട്, കർത്താവ് നമുക്കതിൻ്റെ ഉപദേശ വരവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അച്ഛന്മാർക്ക് കന്യാസിമാർക്കും ഉള്ള സംഭവമല്ല, എല്ലാവർക്കും ഉപദേശിച്ചാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞോ, നിങ്ങൾ ആ നിമിഷം മുതൽ ഉപദേശിയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞോ, ആ നിമിഷം മുതൽ നിങ്ങൾ ഉപദേശിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഒരു മനുഷ്യന് അനുഭവം കിട്ടിയിട്ട് അവൻ ആ മനുഷ്യൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രാൻസ്പോർട്ട് ബസ്സിലേ. അപ്പോഴത്തെ അത്ര ആന്തരികമായ അനുഭവമായി. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള ഒരാൾ രൂക്ഷമായിട്ട് ഇയാളെ നോക്കും. ഇയാൾ ഓർക്കും ഇയാൾ വന്ന് എൻ്റെ കണ്ണക്കുട്ടിയുടെ അടിക്കുമായിരിക്കും തോന്നും. അപ്പോൾ ഇയാൾ അടുത്തടുത്ത് വരികയാണ്. അയാൾ അടുത്തടുത്ത് വരും. ഇപ്പം അടിക്കുമെന്ന് പറയുമ്പോൾ അയാൾ അടുത്തൊന്നും ചോദിച്ചു, ഒരു കൃപാസനം 10,000 രൂപ വാങ്ങി. അതാണ് സംഭവം. അതെന്താണ്? ആ ഉപദേശമാണ്. അയാൾ സ്ഥലം നോക്കാതെ ഉപദേശിക്കുകയാണ്. ദൈവത്തിന് നിങ്ങൾ ഓർക്കുന്നത്, നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ മകളുടെ IELTS, നിങ്ങളുടെ മകളുടെ PR, നിങ്ങളുടെ പശുവിൻ്റെ പ്രസവം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കാൻ. മര്യാദക്ക് ദൈവത്തിന് ജോലി ചെയ്യാൻ നോക്ക്. അപ്പോൾ ദൈവം ആരാണ് നിങ്ങൾ അറിയും. ശ്രദ്ധിക്കട്ടെ. എന്തിനാ ഈ സാക്ഷ്യം, എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇപ്പോൾ ഒന്നിൽ കൂടി സാക്ഷ്യങ്ങൾ വിശദീകരിക്കണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ കേസ് സ്റ്റഡിയാണ് സാക്ഷ്യം. ഉടമ്പടിയുടെ കേസ് സ്റ്റഡിയാണ്. ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്, ഉടമ്പടി എങ്ങനെയാണ് വർക്ക് ഔട്ട് ചെയ്യണത്, അതിൻ്റെ നോ ഹൗ ആണ് ഈ പറയണത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതൊരു ഉടമ്പടിയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ സമീപിച്ച് ടെക്നിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ബൈബിൾ എന്താണ് അനുഗ്രഹത്തിൻ്റെ ടെക്നോളജി, അതാണ് ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഓരോ ആൾക്കാർ ഉപയോഗിച്ചിട്ടിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യണത്. നമ്മളുടെ ആൾക്കാർ ഇപ്പോൾ നമ്മൾ സാക്ഷ്യങ്ങൾ അച്ഛൻ വിശദീകരിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി റിസൾട്ട് അനലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അതേ സിറ്റുവേഷനാണ് നീയെങ്കിൽ നിനക്ക് സെയിം ഇഫക്റ്റ് റിസൾട്ട് കിട്ടാൻ ഇതേ ഫോർമുല നീ ആക്ടിവേറ്റ് ചെയ്താൽ മതി. ജപമാലയും ബൈബിളും തലയ്ക്ക് വെക്കുന്നവരെ കൈപൊക്കിക്കേ. മരിക്കുമ്പോഴാണോ? ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പായി സന്തോഷം. നേരാണോ കൈപൊക്കിയത്? വെറുതെ ആണോ? ഇപ്പോൾ ബൈബിൾ ചെറുതാണെങ്കിലും ഒന്ന് തലയ്ക്ക് ഭാഗത്ത് തന്നെയല്ല, കൂടെ കൊണ്ട് നടക്കണത് നല്ലതായിരിക്കും. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കണ ആളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ബൈബിളിലൂടെ സംസാരിക്കാനുള്ള അഭിഷേകം നമുക്ക് തരും. ദൈവം വ്യത്യസ്തമായ രീതി ദൈവത്തിന് എല്ലാ മീഡിയ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിച്ച് കാണുന്നത് ബൈബിളാണ്. ബൈബിൾ ഇങ്ങോട്ട് കൊടുക്കുന്നു കഴിഞ്ഞാൽ ഇപ്പം നിനക്കൊരു പ്രശ്നം ഉണ്ടായി, നീ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് അതിലൂടെ സംസാരിക്കും. ഇനി സംസാരിക്കണ വിഷയം നിനക്ക് മനസ്സിലായില്ലെങ്കിലും കർത്താവിന് മനസ്സിലായി കാണും എല്ലാ വിഷയം. അപ്പോൾ നിന്നെ എംപവർ ചെയ്യും. കാര്യം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായ എനർജി നിന്നിലേക്ക് തരും. എന്നിട്ട് നീ മുന്നോട്ട് പോകാൻ പറയും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നീ ഒരു സുഖസ്ഥനായ നന്മ ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആംബിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. എൻ്റെ മക്കളെ, ഈശോ എന്താ പറഞ്ഞത്? നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായത് കാരണം 10 പൈസക്ക് പഠിപ്പുണ്ടെങ്കിൽ പിന്നെ താൻ ആൾ വലിയ ജമണ്ടനാണെന്ന് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി ഈ പന്നി ഉടനെ ദൈവത്തെ നിഷേധിക്കും, അല്ലെങ്കിൽ സഭയെ നിഷേധിക്കും. എന്തിനാണെന്നറിയാവോ? മറ്റ് സഭക്കാരുടെയോ അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടിയാണ്. എന്തൊരു പ്രലോഭനമാണെന്ന് നോക്കിയേ. അല്ല, ഈ സോഷ്യൽ മീഡിയ കാലത്ത് പുതിയ പാപികൾ വരുന്നതെന്നല്ല, പാപികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു. കൈയിട്ടിട്ട് ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ പിശാച് ചില അഭ്യസ്ത വിദ്യരെ ഈ പൊതുസമൂഹത്തിൻ്റെ ലൈക്കിനും സബ്സ്ക്രിപ്ഷനും വേണ്ടി ദൈവത്തെയും അവർ പണയം വെച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദികളായിട്ടൊക്കെ സമൂഹത്തിലുണ്ടാകും. അപ്പം നമ്മളോർക്കും ഇത് ശരിയല്ലേ എന്ന് ചോദിക്കും. അവന് അത് പറയാൻ യാതൊരു റൈറ്റുമില്ല. എന്താ കാര്യം? അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാത്തതിന് പഞ്ചസാര എന്ന് ഇപ്പോൾ ചക്കര ശർക്കര അല്ലെങ്കിൽ ശർക്കര എന്ന് നമ്മൾ വെള്ള പേപ്പർ എഴുതി വെച്ചിട്ട് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവുക? ഇല്ല. അതാണ് സംഭവം. ശർക്കര തിന്നണം അല്ലേ? അപ്പോൾ എൻ്റെ മധുരം എന്താണെന്നൊക്കെ വ്യത്യാസം. ശർക്കരയുടെയും പഞ്ചസാരയുടെയും മധുരം വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് രണ്ടും രുചിച്ച് നോക്കണം. അല്ല പത്രത്തെ എഴുതി വെച്ചിട്ട് നക്കിയിട്ട് കാര്യമില്ല.
വല്ലയിടത്തെ പുസ്തകത്തിൻ്റെ വായിച്ചു നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം നേരിട്ട് പ്രാർത്ഥിച്ച് അനുഭവിക്കേണ്ട വിഷയങ്ങളാണ്. പ്രാർത്ഥിച്ച് അനുഭവിച്ചാണ് ദൈവത്തെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവപൈതലേ, ഉടമ്പടിയെപ്പോലെ ദൈവം വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടല്ലേ. ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഗുണം എന്താ അറിയാവോ? ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ജീർണത കുറയും നമുക്ക്. നിങ്ങൾ ഉപദേശം കേൾക്കുമ്പോഴും നിങ്ങൾ ഉപദേശിക്കുമ്പോഴും ഉപദേശത്തിൻ്റെ ഗുണം അതാണ്, ജീർണത കുറയും ജീവിതത്തിൽ. ഇപ്പം അതിന് ഉദാഹരണത്തിന് നമുക്ക് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം 16:7 മുതൽ. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. പറഞ്ഞേ, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ജീർണത കുറയും ജീവിതത്തിൽ, കുടുംബജീവിതത്തിലായാലും ശരി. ഇപ്പോൾ ഒരു ഭർത്താവ് അവിശ്വസ്തത കാണിക്കുമ്പോൾ കുടുംബജീവിത ജീർണതയല്ലേ. ഇപ്പം മകൻ കഞ്ചാവിന് ഒക്കെ അടിപ്പെട്ട് കഴിയുമ്പോഴും മകൾ വേറെ വല്ല രഹസ്യ ബന്ധങ്ങളെ തുടങ്ങുമ്പോൾ കുടുംബം ജീർണിക്കുകയല്ലേ. അപ്പോൾ ജീർണത കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം ഉപദേശങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും വചനങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ വ്യക്തിപരമായ ജീർണതയും കുടുംബപരമായ ജീർണതയും കുറഞ്ഞിരിക്കും. മക്കളെ, ഉടമ്പടിയിലുള്ള ഈ ഉറങ്ങാത്ത ദൈവം, അതായത് ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാവ്, ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എപ്പോഴും എൻ്റെ ഉള്ളം കൈയിൽ തന്നെ കൊത്തിവെച്ചിരിക്കണമെന്ന്. അതൊക്കെ ദൈവത്തിൻ്റെ പരമമായ സ്നേഹമാണ്. യെശയ്യാ 49:16. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം. പറഞ്ഞേ, ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. വചനം അഭിഷേകമാകണം. എങ്ങനെയാണെന്നറിയാവോ? വചനം വായിക്കുമ്പോൾ ദൈവം നേരിട്ട് വന്ന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് കണ്ണി നോക്കി പറയണ വരെ നമുക്ക് തോന്നും. അങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിൽ അഭിഷേക ആനന്ദവും ആത്മശക്തിയൊക്കെ നിറയും. 41:10 ഐസയാ. ഭയപ്പെടേണ്ട. പറഞ്ഞ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. കൈയടിക്കട്ടെ. മഹത്വം. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? മറന്നാലും ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അതായത് എൻ്റെ മക്കളെ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ആസ്തി ഭദ്രത എന്ന് പറയണത് അഭിഷേകപ്രകാരം വായിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ ഉറക്കം തൂങ്ങാൻ നേരത്ത് കുറച്ച് നേരം ഒന്ന് വായിച്ചു വെച്ചാൽ അടച്ചു തല്ലി അവിടെ വെക്കുക, അങ്ങനെയല്ല. ഉടമ്പടി ഇത് വായിക്കണമെങ്കിൽ, ഈ സമ്പൂർണ്ണ ബൈബിൾ വായിക്കണമെങ്കിൽ, പുതിയ നിയമം വായിക്കണമെങ്കിൽ 72 മണിക്കൂർ മതി. ഞാൻ 72 മണിക്കൂർ കൊണ്ട് വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പറയണത്. 72 മണിക്കൂർ കൊണ്ട് പുതിയ നിയമം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2-3 ദിവസം ഉണ്ടെങ്കിൽ, ഒരു 5 ദിവസം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ വായിക്കാൻ പറ്റും. ഇത് വായിക്കണമെങ്കിൽ അഭിഷേകം കിട്ടണമെങ്കിൽ ആളാണെങ്കിൽ 5 ദിവസം. അഭിഷേകത്തിന് 5 ദിവസമേ ഉള്ളൂ.
അത് ഇങ്ങനെ വായിക്കുന്നതോറും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹവും ദൈവ ശക്തിയൊക്കെ ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് ഒഴുകി നമുക്ക്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികമായി ലഹരി പിടിച്ചു പോകും. അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ വായന അഭിഷേകത്തിലായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അപ്പൊ I have carved you out in my palm എന്ന് പറഞ്ഞല്ലേ, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്ന ദൈവം, നിന്നെ അവൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൺപോളകളിൽ ഉറക്കമില്ല, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ ഇരിക്കുന്നത് കാണുന്നു, ചെയ്യുന്നത് കാണുന്നു. 130 സങ്കീർത്തനം വായിച്ച ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവേ പറഞ്ഞേ, കർത്താവേ അവിടുന്ന് തന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ പോയത് കാര്യമേ കർത്താവ് മനസ്സിലാക്കുന്നെന്നാണ്. ആണ് സംഭവം. ഉറക്കമില്ല, അവൻ നിന്നെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്നു. അവൻ നീ മരിക്കാൻ പോകാൻ, നീ ജീർണിക്കാൻ, തൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. വലിയ സ്നേഹത്തിന് ഞങ്ങളെ സംരക്ഷിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജീവിക്കുന്നു ഇന്നലെ ഇന്നുമെന്നും ആ ദൈവം ജീവിക്കുന്നു ഇന്നലെ ഇന്നുമെന്നും. നിങ്ങൾ ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കരുതെന്ന് ചില ആൾക്കാർക്ക് പറ്റിയിരിക്കുന്ന സംഭവം. ഉടമ്പടി എടുത്തു നോക്കാം, ദൈവം പ്രവർത്തിക്കട്ടെ, എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. ആ ഒരു പ്രവർത്തനം ഞാൻ രോഗികളെ പോയി കാണാം. ദൈവം ആദ്യം എൻ്റെ വിസ പ്രോസസ്സിങ് നടക്കട്ടെ, ആദ്യം എനിക്ക് അഡ്വൈസ് മെമ്മോ വരട്ടെ, എന്നിട്ട് ഞാൻ ആഘോഷമായിട്ട് കെട്ടി ഇറങ്ങാൻ. ഇടി പെരിച്ചാൽ നീ ഇറങ്ങിയിട്ട് ദൈവത്തെ എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല, നിനക്കാണ് കാണിക്കാനുള്ളത്. നീ ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണ്. നിൻ്റെ അല്പവിശ്വാസം കൊണ്ടും നിൻ്റെ തരികിട വിശ്വാസം കൊണ്ടും ദൈവത്തിന് നീ വെല്ലുവിളിക്കുകയാണ്. അത് നിനക്ക് പണി വരും. അല്ല, ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പത്രം കൊടുക്കാം. ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ, ഞാൻ രോഗികൾക്ക് ഞാൻ കുടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ആലപ്പുഴ പോയപ്പോൾ തന്നെ ബസ് കാശ് കുറച്ചായി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ രോഗികൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം. അപ്പോൾ ദൈവത്തെ അവിടെ ചെയ്യുന്ന നക്കാപ്പിച്ച ധർമ്മപ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തെ അളന്ന് നോക്കും. നീ ദൈവത്തെ അളന്ന് നോക്കിയവരാണെങ്കിൽ താങ്ങത്തില്ല കേട്ടോ, ദൈവം തിരിച്ചളന്നാൽ. അതാ പലർക്കും പറ്റിയിരിക്കണത്. ദൈവത്തെ അളന്ന് നോക്കിയാണ്. നിങ്ങൾ നക്കാപ്പിച്ച നീ എന്താ പറയണത്? ഞാൻ രോഗികളെ കണ്ടില്ലേ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് രക്ഷപ്രവർത്തനം ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിൻ്റെ കൈ തന്നെ പൊങ്ങണ ദൈവം അനുഭവിച്ചിട്ടാണ്. അറിയാവോ എത്ര പേരാണ് എൻ്റെ അടുത്ത് വന്നെന്നറിയാവോ കൈ പൊങ്ങണില്ലെന്നും പറഞ്ഞു. അപ്പോൾ കൈ പൊങ്ങണുണ്ടെങ്കിൽ നീ ഹല്ലേലൂയ പറയണ്ടേ കൈ പൊക്കി? അപ്പോൾ അതിനെ നീ നാക്ക് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? പിന്നെ അല്ലേ നമുക്ക് വന്നിട്ട് ഓരോ മനുഷ്യരും ഉടമ്പടി എടുക്കണത് കൈ പൊങ്ങണില്ല, കാല് പൊങ്ങണില്ല, നാക്ക് പൊങ്ങണില്ലെന്നല്ലേ പറയണാൽ ഉടമ്പടി എടുക്കണത്. ഇതെല്ലാം ഉള്ള നീ ഇരട്ടി പ്രാവശ്യമായിട്ട് കർത്താവിനെ സ്തുതിക്കേണ്ട ആളാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, നല്ലപ്പം നിന്നെ സ്തുതിക്കാനും നിന്നോട് പദം പറയാതെ എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാനും ഒന്നും ആവശ്യപ്പെടാതെ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് എന്റെ സ്വന്തം ദൈവവേദലായി എന്റെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, ഈ ഉടമ്പടി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അതായത് അച്ഛനെ കണ്ട് അങ്ങനെയല്ല. ഇതൊക്കെ എന്ന് പറയുന്നത് അറ്റ കൈയാണ്. ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഏൽപ്പിച്ച ആളിൻ്റെ അടുത്ത് നിൻ്റെ ഓഹരി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിന്നോട് എന്താ പറയണത്? അത് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പറയും. ഈ വീഞ്ഞും ഒക്കെ ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കണതും ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണതും ജോലി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നറിയാം. ഇവിടെ നീ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലേ എന്നല്ല പ്രശ്നം. ഉടമ്പടി നീ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് പ്രശ്നം. ദൈവം സത്യസന്ധനായതുകൊണ്ട് ദൈവം ജാതി മതം നോക്കത്തില്ല. അവന് വിശ്വാസമുണ്ടോ, ദൈവസ്നേഹമുണ്ടോ, അവൻ്റെ ഉടമ്പടി ഓക്കെ ആണോ എന്ന് നോക്കും. അപ്പോൾ അവിടെ അങ്ങോട്ട് ശരിയിട്ട് കൊടുക്കും. അത് എല്ലാവരും മനസ്സിലാക്കണം.
അതെല്ലാവരും മനസ്സിലാക്കണം. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം, കറക്റ്റായിരിക്കണം. പ്രാർത്ഥന പോലും ഒരു സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഒരു സ്നേഹത്തിൻ്റെ ബേസിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അപ്പം നമുക്കത് മനസ്സിലാകും. പ്രാർത്ഥന കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന്. അപ്പോഴാണ് പ്രാർത്ഥന നീ ചെയ്തത് പ്രാർത്ഥനയാണോ എന്ന് നമുക്ക് അതിനൊക്കെ മനസ്സിലാക്കണം. ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നിൻ്റെ മനസ്സിൽ മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന്. അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥനയാണോ എന്ന് ദൈവം മനസ്സിലാക്കേണ്ടത്. അതാണ് ഇത്. കാരണം സ്നേഹത്തിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അല്ല താത്വികവുമായിട്ടും സാങ്കേതികമായിട്ടും ഡിമാൻഡ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് നമ്മൾ സൂക്ഷ്മത ഉണ്ടാകണത് നല്ലതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ, കൈകൾ നെഞ്ചത്ത് വെക്കുക. ഓൺലൈനിലുള്ളവർ കൈ നെഞ്ചത്ത് വെക്കുക. അച്ഛൻ ഈശോനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവിൻ്റെ അടിപ്പിടേണ്ട വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യത്തെ കൊണ്ട് ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആൾത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരവേദികൾ, ജീവദുരിതങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളും പേശികളും സന്ധിബന്ധങ്ങളും മാംസപേശികളും രക്തഞരമ്പുകളും ആന്തരിക കോശങ്ങളും എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ശാരീരിക രോഗങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം പ്രഖ്യാപിക്കുന്ന സമയമാണ്. എൻ്റെ രോഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാം. ഒന്നിലേറെ രോഗങ്ങളുണ്ടെങ്കിൽ കൈ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കണ്ണ് നിന്നെ ആവശ്യിക്കുന്ന സമയമാണ്. അമ്മ മാതാവിൻ്റെ കൃപാസനാക്കുന്ന ഓരോ സൗഖ്യവും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിൻ്റെ സ്വർഗീയ അടയാളമാണെന്നുള്ള ബോധ്യത്തിൽ ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, ഞാൻ ഈ വർഷങ്ങളെ അടുപ്പിച്ചിട്ടുള്ള എല്ലാ ദിവ്യബലികളെയും ആരാധന നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, ഇവിടുന്ന് ആശ്വാസം പ്രാപിച്ചു പോയിട്ടുള്ളവരെ, ഇവിടുന്ന് വിശുദ്ധീകരിച്ച് പോയിട്ടുള്ളവരെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ ആസ്തികളെ കർത്താവേ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം കർത്താവേ ഇപ്പോൾ ഓൺലൈനിലും തീർത്ഥാടനത്തിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ശിരസിലൊക്കെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോശങ്ങൾ, പെസ്റ്റുകൾ, ഞരമ്പുകൾ, ഓട്ടിസം രോഗങ്ങൾ, അത് അപസ്മ രോഗങ്ങൾ, RSS രോഗങ്ങൾ, PCOD രോഗങ്ങൾ കർത്താവേ, വാതരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവരെ, ഈശോയെ ഗർഭത്തിൽ മക്കൾ മരിച്ചു പോകുന്ന അവസ്ഥയുള്ള ഉദരങ്ങൾക്ക് വിശുദ്ധമായ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശങ്ങൾ കഴുകണമേ. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെയും ഹൃദയത്തെ അസുഖങ്ങളെ ഗുരുതരമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങ് ഇപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആണിപ്രധാന മരുന്ന് കരത്താൽ ഹൃദയത്തെയും കരളിനെയും സ്പർശിക്കണമേ. കർത്താവെ, പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ, തൈരോയിഡിനെ സ്പർശിക്കണമേ, സ്പോണ്ടിലോസിനെ സ്പർശിക്കണമേ. എല്ലാ ഗ്രന്ഥികളും, എല്ലാ പേശികളും, എല്ലാ കുടലുകളും, എല്ലാ ആമാശയങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയെ അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ. മക്കളെ, കൈ നെഞ്ചത്ത് പിടച്ചു വെക്കുക. ജോലിയില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, പഠനത്തിൻ്റെ പരീക്ഷകൾ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഇപ്പോൾ നെഞ്ചത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പലതരം വിസ പ്രോസസ്സിങ്ങിനുള്ള ഇരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഭവനരഹിതർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
ജോലിക്ക് തടസ്സമുള്ളവർ, ഓഫീസിൽ പ്രോബ്ലമുള്ളവർ, അന്യദേശങ്ങളിൽ ജയിലിലായിരിക്കുന്നവർ, അന്യദേശം നിങ്ങളെക്കുറിച്ച് കേസുകളുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മാതാവേ, അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല. അമ്മ ഈ വിഷയം ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. മക്കൾ എന്ത് അവസ്ഥയിലായാലും അമ്മയാവുമ്പോഴേ തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസം നൽകുന്ന ഈ നിമിഷങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ അവരുടെ പാപങ്ങളെ അങ്ങ് അവഗണിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീരിന് അങ്ങ് ഓർത്തുകൊണ്ട് ഈ നിമിഷം അവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ അവരിപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിലും ജീവിത ദുർഘടങ്ങളിലും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ പൂർണ്ണമായി മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും മാറിക്കൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. മക്കളെ, സന്തോഷത്തോടെ മുട്ടുന്നേ. എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയുടെ തിരുസേനയിൽ കൈകൾ കൂപ്പി കണ്ണു നിറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുസേനയെ സമർപ്പിക്കട്ടെ. നിന്റെ അനുഗ്രഹത്തിന്റെ സമയമാണിത്. നിനക്ക് വേണ്ടി മാത്രം സ്വർഗം തുറക്കുന്ന സമയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, സൗഖ്യം നൽകണമേ, ഒരുമിച്ച് എല്ലാവരും സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ മക്കൾ അങ്ങയുടെ ദിവസത്തിന്റെ ഉടമ്പടികളും പ്രാർത്ഥനകളും അങ്ങ് ഇപ്പോൾ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അവരുടെ ജോലി, വീട്, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ സാമ്പത്തിക കടങ്ങൾ, ജപ്തി നടപടികൾ, സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളവർ, വീടില്ലാത്തവരെ, എല്ലാ മക്കൾ ദുർനടപ്പിൽ പോയവരെ, തെറ്റായ പ്രണയബന്ധങ്ങൾ കുരുങ്ങിപ്പോയവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരെ, യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശ്രുതിക്കട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. കണ്ണുകളടച്ച് മൗനമായി വീണ്ടും പ്രാർത്ഥിക്കുക. ഉടമ്പടി വിഷയങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥിക്കുക. അച്ഛന് വേണ്ടി കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൃപാസനത്തിൽ വന്നിറങ്ങുന്നവരെല്ലാം അപകടമില്ലാതെ പോകാൻ, സ്വസ്ഥവും സമാധാനം സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആഴ്ചത്തെ യാത്രകൾ, നിങ്ങളുടെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സംരംഭങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. എഴുതുന്ന പരീക്ഷകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. പഠിക്കുന്ന വിഷയങ്ങൾ, പ്രമാണങ്ങൾ, പട്ടയങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾക്ക് നിന്ന് അപേക്ഷകൾ പൂരിപ്പിക്കുന്നവോ അതെല്ലാം പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ, നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ, ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ, യാത്രയുടെ ഡേറ്റുകൾ സമയത്തിൻ്റെ അധിപതിയായ മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. ജോലിയില്ലാത്തവർ, ഭാര്യ പിരിഞ്ഞുപോയവർ, ഭർത്താവ് പിരിഞ്ഞുപോയവർ, തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ, മക്കളുടെ വിഷമങ്ങൾ കാരണം ജീവിതം തന്നെ തീർന്നെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരെ എല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അന്യനാടുകളിൽ നിന്ന് ഈ ആഴ്ചയിൽ തിരിച്ചു വരുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ തിരിച്ചു പോകാനിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ നടക്കുന്ന വിവാഹങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
ആദ്യകുർബാനകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, മനസ്സമ്മതങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ആശുപത്രി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഓപ്പറേഷനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി നിറഞ്ഞു ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ നാഥാ, എന്നിൽ നിറയണമേ നാഥാ, സൗഖ്യം നൽകണമേ. സമാപന ആശീർവാദം സ്വീകരിക്കാം, സന്തോഷം സ്വീകരിക്കാം. ആശീർവാദ സമയത്തും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുക. അമ്മ നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യാരണ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നിന്നെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടുത്തെ സ്നേഹം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് നന്ദി പറയുന്നു. നിന്റെ വിജയകരമായ വലത് കൈ എപ്പോഴും ഞങ്ങളെ താങ്ങി നിർത്തുന്നുണ്ടെന്നുള്ള വലിയ ബോധ്യം തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, രാജാക്കന്മാരുടെ എല്ലാം ഉള്ളത്തെ അലിയിച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് നിന്റെ കൃപ ചൊരിയുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളെ ഒത്തിരി കൃപകളാൽ ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കായി